പ്രിയമുള്ളവരെ, ബന്ധു നിയമനം KPCC പ്രസിഡന്റിന്റെ അളിയനെ നിയമിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഒരു മനുഷ്യർക്ക് പരാതിയില്ല, ബഹളമില്ല. ഇതിനു മുമ്പ് എന്തായിരുന്നു? ബന്ധു നിയമനം നടത്തുന്നെന്നും പറഞ്ഞുകൊണ്ട് വിവാദമുണ്ടാക്കി, സമരങ്ങൾ, കോലാഹലങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഇപ്പം ആർക്കും ഒരു പ്രശ്നമില്ല. അളിയനെയാണ് നിയമിച്ചിരിക്കുന്നത്. നിയമനം സ്വന്തം പാർട്ടിയിൽ അടികൊണ്ട് എത്രയോ ആൾക്കാരുണ്ട്. നാൾക്ക് മറ്റേ എൻ ഷബീർ പ്രസംഗിക്കുന്നുണ്ട്, ബന്ധുക്കളിൽ ഒന്നും പരിഗണന കൊടുക്കണ്ട, ഈ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ കണക്ക് എത്രയോ അടികൊണ്ട ആൾക്കാരുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ ബന്ധു നിയമനം നടത്തിയിരിക്കുന്നു. അത് അവരെ പാർട്ടിക്കാരും വിട്ടോ. ഇതിനു മുമ്പ് ഇടതുവശം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബന്ധു നിയമനം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് എന്ത് കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതിപ്പം പുള്ളിയുടെ അളിയനെ നിയമിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ട്, പഴയൊരു പ്രസംഗമുണ്ട് ബന്ധു നിയമനത്തിനെ കുറിച്ച്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധുക്കാരെയാണ് എല്ലാ സർക്കാർ പോസ്റ്റുകളിലേക്ക് നിയമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇപ്പം ഒരു പ്രശ്നവുമില്ല, ആർക്കും പരാതിയുമില്ല. ഇനി എത്ര എണ്ണത്തിന് കയറ്റാൻ കിടക്കുന്നു ഈ പാർട്ടി. ഇന്നലെ ഒരു ചാനലിൽ ഒരു ന്യൂസ് കണ്ടു, നിയമസഭയിലെ ഉത്സവപ്പറമ്പ് കണക്ക് കംപ്ലീറ്റ് കതറിട്ട ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. കാരണം ഒരേ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടിക്കിടക്കണം അതിനകത്ത്. ഇന്നാൾക്കൊരു ന്യൂസിൽ കാണിക്കുന്ന കണ്ടു, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി ഭയങ്കര ഹോട്ടലുകളൊക്കെ ഫുള്ളാണെന്ന്. എന്താ, ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പൈസ കൊടുത്തും അല്ലാതെയും ഈ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ആൾക്കാർ വന്നങ്ങ് അടിയാണ് അതിന്. എന്നിട്ട് ഇപ്പം തുടങ്ങിയിരിക്കുകയാണ് ബന്ധു നിയമനം. എന്തായിരുന്നാലും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. പാർട്ടിയും അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും, ഉറപ്പാണത്. ഓക്കെ, വീണ്ടും കാണാം.